ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ UPI ഇടപാടുകൾ വന്നതിനു ശേഷം 10 രൂപ പോലും കയ്യിൽ വെക്കാത്തവരാണ് മിക്ക ആളുകളും. ഒരു ചായ വാങ്ങുന്നത് മുതൽ ബസ് ടിക്കറ്റ് വരെ UPI പണമിടപാടിലൂടെയാണ് ഭൂരിഭാഗം ആളുകളും നടത്താറുള്ളത്. 100 രൂപയിൽ താഴെയുള്ള ഒട്ടേറെ ഇടപാടുകളാണ് ഒരു ദിവസം ഒരു വ്യക്തി നടത്തുന്നത്. ഇതിന്റെ എല്ലാം SMS വരുന്നത് കാരണം വലിയ ഇടപാടുകളുടെ SMS ബാങ്ക് നിർദ്ദേശങ്ങളും ഉൾപ്പെടെ പലതും ഉപഭോക്താക്കളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. ഇത് സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ 100 രൂപയിൽ താഴെയുള്ള പണമിടപാടുകൾ SMS വഴി ഉപഭോക്താക്കളെ അറിയിക്കുന്നത് അവസാനിപ്പിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യൻ ബാങ്കുകൾ. UPI വഴി ചെറിയ തുകകളുടെ ഇടപാടുകൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി. നിലവിലെ റിസർവ് ബാങ്ക് നിയമങ്ങൾ അനുസരിച്ച് എല്ലാ ഇടപാടുകളും സംബന്ധിച്ച വിവരങ്ങൾ SMS അറിയിക്കേണ്ടതുണ്ട്. ചില ഇടപാടുകൾ ഇമെയിലിലൂടെയാണ് അറിയിക്കാറുള്ളത്. SMS ഓട്ടോമാറ്റിക്കായി ലഭിക്കുമ്പോൾ ആവശ്യപ്പെടുന്നവർക്ക് മാത്രമാണ് ഇമെയിൽ സേവനം ലഭിക്കാറുള്ളത്. അതേസമയം ഇടപാടുകൾക്ക് SMS അയക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം ഉപഭോക്താക്കൾക്ക് നൽകിയേക്കുമെന്നും വിവരമുണ്ട്.